കലോത്സവ വേദിയിൽ വേറിട്ടൊരു കാഴ്ചയാവുകയാണ് ലഹരിക്കെതിരായ തൃശൂർ സിറ്റി പോലീസിന്റെ ബോധവൽക്കരണം. കലയാണ് ലഹരി എന്ന സന്ദേശം ഉൾക്കൊണ്ട് കടലാസും പെൻസിലും കൊണ്ട് കലോത്സവ നഗരിയിൽ എത്തുന്നവരുടെ കാരിക്കേച്ചർ വരച്ചു നൽകുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ സബൂറ ബീഗം എന്ന പോലീസ് ഉദ്യോഗസ്ഥ. കലോത്സവത്തിന്റെ തിരക്കിനിടയിൽ അവിചാരിതമായാണ് സബൂറ എന്ന പോലീസ് ഉദ്യോഗസ്ഥയിലേക്ക് കണ്ണുടക്കിയത്. യൂണിഫോമിലെ ഗൗരവമില്ല, പകരം വിരൽത്തുമ്പിലെ സർഗാത്മകതയാണ് ഇവിടെ കാണുന്നത്. ലഹരിക്ക് അടിമപ്പെട്ട യുവത്വത്തിന്റെ ദൈന്യതയും അതിൽ നിന്നുള്ള മോചനവും കാരിക്കേച്ചറുകളിലൂടെ നമുക്ക് കാണാം. ഓരോ താളിലും ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ഉൾപ്പെടുത്തി മിനിറ്റുകൾക്കുള്ളിലാണ് കാരിക്കേച്ചറുകൾ പൂർത്തിയാക്കുന്നത്. ഓരോ ചിത്രത്തിലും ലഹരിക്കെതിരായ സബൂറയുടെ അടയാളങ്ങളുമുണ്ട്. ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡ്രഗ്സിനെതിരെ ഒരു അവയർനെസ് ക്യാമ്പയിൻ കുട്ടികൾക്ക് അതൊരു ചിത്രം വരയിലൂടെ കുട്ടികളെ ഒന്ന് ആസ്വദിപ്പിക്കുന്ന തരത്തിൽ അവർക്ക് കോമിക്കായിട്ടുള്ള കാരിക്കേച്ചർ വരച്ചു കൊടുത്ത് അതിലൂടെ തന്നെ ഡ്രഗ്സിനെതിരെയുള്ള ഒരു കോഴ്സും വെക്കുന്നതായിരിക്കും. പിന്നെ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കലാവാസനയുള്ള കുട്ടികളെ ഇവിടെ വന്ന് അവരും അവർ വരയ്ക്കുന്നത് നമ്മളിവിടെ വെക്കുന്നുണ്ട്. കലോത്സവ നഗരിയിലെ പോലീസിന്റെ ക്രിയാത്മക ഇടപെടലിന് പ്രശംസ മന്ത്രിയുടെ വക. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് തൃശ്ശൂർ ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ സന്ദേശങ്ങളിൽ ഒന്ന്, പോലീസും അവരവരുടെ കർത്തവ്യം നിർവഹിക്കുകയാണ്. തൃശ്ശൂരിൽ ഓരോ പുല്ലിനും പുൽക്കൊടിക്കും മണ്ണിനും ഒക്കെ കലയുണ്ടെന്ന് പറഞ്ഞ പോലെ ഇവരെല്ലാം കൂടി ഇവിടെ വന്നപ്പോൾ ഇവരൊക്കെ കലാകാരന്മാരായി. പോലീസ് ജനകീയമാകുന്നത് ഇങ്ങനെയാണ്. ലാത്തിയല്ല, പെൻസിലാണ് ഇത്തവണ കലോത്സവ വേദിയിൽ പോലീസിന്റെ ആയുധം. വരച്ച കാരിക്കേച്ചർ കയ്യിലേക്ക് കിട്ടുമ്പോൾ സബൂറയെ നോക്കി അറിയാതെ ചിരിച്ചു പോകും. ആ ചിരിയാണ് വരയ്ക്കാനുള്ള സബൂറയുടെ ഊർജം. ഓരോ കാരിക്കേച്ചറിലും ലഹരിക്കെതിരായ ശക്തമായ താക്കീതുണ്ട്. ശരീരത്തെ തളർത്തുന്ന ലഹരിയേക്കാൾ നമ്മുടെ ക്യാൻവാസുകൾക്കാണ് ഭംഗിയെന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥ തൻ്റെ വരകളിലൂടെ കാണിക്കുകയാണ്. മനോജ് പയ്യന്നൂരിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.